ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ്, അതായത് പുതുതായിട്ട് വരുന്നവര് നമുക്കൊരു 5,000 10,000 ക്യാപിറ്റൽ കൊണ്ടുവരുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ബ്രോക്കർ ഏതാണ് നല്ല ബ്രോക്കർ എന്ന് ഒരുപാട് ആൾക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം അവരെ അത്രയും പൈസ ഉള്ളൂ. ചിലപ്പോൾ ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൈസ ക്യാപിറ്റലായിട്ട് ആ ബ്രോക്കറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടുമോ? കാരണം നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കാനായിരിക്കും ആ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഫണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ നമുക്ക് നഷ്ടമല്ലേ. അപ്പം അങ്ങനെ വിശ്വസിച്ച്, അതായത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രോക്കറിന്റെ ഇന്റർഫേസ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരു രീതിയിലുള്ള തട്ടിപ്പുമില്ല. നമുക്ക് ഒരുപാട് ഫേക്ക് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റലായിട്ട് ഫണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബെസ്റ്റ് ബ്രോക്കർ, അതായത് 2 കൊല്ലം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ്. അപ്പൊ അതിന്റെ റിവ്യൂ, ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്താണെന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്റർഫേസ് ആണ് ഈ ഒരു ബ്രോക്കറിന്റെ. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഈ ട്രേഡിംഗ് വ്യൂ, നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ കേട്ടിട്ടുണ്ടാവും. അതായത് ട്രേഡിംഗ് വ്യൂ എന്നത് നമുക്ക് മന്ത്ലി, അതായത് പേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രേഡിംഗ് വ്യൂ. ഓക്കെ, അപ്പം അതിൽ കിട്ടുന്ന ഫ്യൂച്ചേഴ്സും നമുക്ക് ഈ ഒരു ബ്രോക്കർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് വേറെ കാര്യം. ഓക്കെ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രോക്കറിലേക്ക് മാറാനുള്ള കാരണം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് ഗ്രോ ആയിരുന്നു. പക്ഷെ ഗ്രോയിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് എല്ലാം കൂടി നമുക്ക് കുറച്ചുകൂടെ ഷോർട്ട് ആക്കി തന്നിട്ടുണ്ട്. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് PCR നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ PCR റേഷ്യോ എത്രയാണ്, എന്താണ് ഇവിടുത്തെ വോളിയം, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റെഫർ ലിങ്ക് ആണ് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയത് ആപ്ലിക്കേഷൻ അല്ല ഓപ്പൺ ആക്കിയത്, അതായത് ഞാൻ ഗൂഗിൾ ക്രോമിലാണ് ഇപ്പോൾ ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആക്കി വെച്ചത്. അതായത് ഗൂഗിളിൽ ദൻ TV എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ആക്സസ്, അതായത് ദൻ ട്രേഡിംഗ് വ്യൂവിന്റെ ആക്സസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ദൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡൗൺ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ദൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചാൽ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും പോവുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും പോവുക. നമുക്ക് അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ മൊബൈലിൽ, അതായത് മൊബൈലിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും ട്രേഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോ ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് ഈ ഒരു, അതായത് ഗൂഗിൾ ക്രോമിലാണ് ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ടൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓക്കെ, ടൂളും കാര്യങ്ങളും, അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ, അതായത് ഓക്കെ, നമ്മളിപ്പോ ഒരു ട്രേഡ് എടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഒരു ട്രേഡ് എടുക്കുക, നമുക്ക് ലോങ് പൊസിഷൻ നമുക്ക് സെറ്റ് ഉണ്ട് വെച്ചോ. നമ്മളിപ്പോ മുകളിലോട്ടാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീൻ കുറച്ചുകൂടെ വലുതാക്കാം. നമുക്ക് ഈ സ്ക്രീൻ വലുതാക്കാൻ വേണ്ടി ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്യാമറന്റെ അടുത്തായിട്ട് ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ നമുക്ക് ഫുൾ ആയിട്ട് വലുതായി കിട്ടും. ഓക്കെ, ഏകദേശം ഞാനിപ്പോ ഈ ഒരു ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്റർഫേസ് ടാബിലാണ്. ഓക്കെ, ടാബിൽ തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുക, നമുക്കിപ്പോൾ ടാർഗറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നും നമുക്ക് ടാർഗറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് എല്ലാ ബ്രോക്കറിലും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് പർട്ടിക്കുലർ ആയിട്ട് ഇതിനകത്ത് മാത്രമുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട്, ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബ്രോക്കർ നമുക്ക് നല്ലൊരു വ്യൂ തരുന്നുണ്ട്. നല്ലൊരു നമുക്ക് ഓരോ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട് ഈ ഒരു. അതുപോലെ തന്നെ മേലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
നിങ്ങൾക്ക് ഇതിനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ഇത് ടൂൾസ് ആണ്. നിങ്ങൾക്ക് ടൂൾസ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഇപ്പോൾ ഒരു ലൈൻ വരക്കണമെങ്കിൽ ഇവിടെ ട്രെൻഡ് ലൈൻ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ വേണ്ടത്, ഇപ്പോ നമുക്കൊരു സോൺ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ പോയിട്ടുണ്ട് റെക്ടാംഗിൾ കാണിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് നേരെ എടുത്തിട്ട് ഇവിടെ വെക്കുവാണെങ്കിൽ ഇതുണ്ട് ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് തന്നില്ലേ, ഒരു സോൺ ആയിട്ട് ഇവിടെ ആഡ് ആയില്ലേ. ഇതുപോലെ നമുക്ക് ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2 കോളം വന്നിട്ടുണ്ടോ, ഈ ഒരു 2 കോളം ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് നമുക്കൊരു ടൈം ഫ്രെയിം മാറ്റിയിടാം. അതായത് ഒന്നിനകത്ത് അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഒരു ടൈം ഫ്രെയിം, ഇവിടെ ഒരു ടൈം ഫ്രെയിം, ഇനി ഒരു കോളം കൂടെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡന്നിന്റെ, അതായത് ലേ ഔട്ട് കാണാൻ പറ്റും. ലേ ഔട്ടിൽ ഇതാ ഇഷ്ടം പോലെ കോളംസ് ഉണ്ട്. നമുക്ക് എത്ര കോളം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ സ്ക്രീനിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ എത്ര കോളം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ കാണിച്ചു തരാം അത് എത്ര കൊണ്ടാവും, എത്ര കോളമാണ് ഇതിനകത്ത് വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അതുപോലെ തന്നെ നമുക്കിനി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മുടെ സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് യൂസ് ചെയ്യാനാണ് ഇതിനകത്ത്. ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് 2 സ്ക്രീനിലോട്ട് പോവാം. ഓക്കെ ഇപ്പോ ഞാൻ 2 സ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ അതായത് നമ്മുടെ പ്രീമിയത്തിന്റെ ചാർട്ടും കൂടെ നോക്കാൻ വേണ്ടി ഞാനൊരു എക്സ്ട്രാ ഒരു സ്ക്രീനും കൂടെ ആഡ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഇനഫാണ്. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ അപ്പം ഈ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ടാബ്ലറ്റിനെയാണ് ഇത്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ലാഗോ ഒരു കാര്യങ്ങളോ ഒന്നും, ജസ്റ്റ് വൈഫൈ കണക്ട് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ 2, 3, 4 വലിയ സിസ്റ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ലാപ്ടോപ്പ് ആയാലും ഒരു അത്യാവശ്യം സ്ക്രീനുള്ള ഒരു ടാബ്ലറ്റ് ആയാലും മതി. എക്സ്ട്രാ ഒരു ഫോണും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ ഇനി നമുക്ക് നേരെ ഇത്രയും പറഞ്ഞല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ലേ ഔട്ട് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ടൈം ഫ്രെയിം ആണ്. നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആണ് ചൂസ് ചെയ്യുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്നത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. ഏത് ക്യാൻഡിലാണോ വേണ്ടത് നമുക്ക് അതിനകത്തൂടെ മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ തേർഡ് വണ് നമുക്ക് ഇൻഡിക്കേറ്റർ, ഏത് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഇവിടെ സ്കാൽപ്പർ മോഡ് അവൈലബിൾ ആണ്. അതായത് പെട്ടെന്ന് ഒരു എൻട്രി നമുക്കിവിടെ മൊബൈലിൽ നോക്കാൻ നമുക്കിവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ബെസ്റ്റ് ഒരു ചോയ്സ് തന്നെയാണ്. ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ അതായത് ഇപ്പോഴത്തെ ഓപ്ഷൻ ചെയിൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈസിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ചെയിൻ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് ഡാറ്റ ഉണ്ട്. അതായത് നിങ്ങൾക്ക് IV കാണാൻ പറ്റും, പീസ റേഷ്യോ കാണാൻ പറ്റും, ലോഡ് സൈസ് കാണാൻ പറ്റും, എക്സ്പയറി ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓപ്പൺ ഇൻട്രസ്റ്റ്, വോളിയം, OA എത്രയാണ് ചേഞ്ച് ആവുന്നതെന്നും ഓരോ സ്ട്രൈക്ക് പ്രൈസിൽ എത്രയാണ് വോളിയം ഉണ്ടെന്നൊക്കെ ഇതിനകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു അതായത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഒരു നല്ലൊരു സപ്പോർട്ട് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എവിടെയാണ് നല്ല സ്ട്രോങ് സപ്പോർട്ട് എവിടെയാണ് ഉള്ളതെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 3 ലൈൻ, ഒരു ചെറിയ ലൈനും ഒരു വലിയ ലൈനും വീണ്ടും ഒരു ചെറിയ ലൈനും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പുതിയൊരു OI പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അപ്പൊ ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 4 അവറിലാണ് കിടക്കുന്നത്, 15 മിനിറ്റിലോട്ട് മാറ്റാം. ഓക്കെ അതായത് ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ റണ്ണിങ് കണ്ടീഷൻ ആണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും 25,200 എന്നുള്ളത്
ഒരു സ്ട്രോങ് റെസിസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രോങ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെ നമുക്ക് ഇവിടെ എത്രത്തോളം ഓപ്പൺ OI ഉണ്ടോ അത് ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ എത്ര ലെങ്ത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് OI ഉള്ളൂ, പക്ഷെ ഇവിടെ കൂടുതലുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എവിടെയാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് സപ്പോർട്ട് എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ OI ഉള്ളത് ഇവിടെയാണ്, 25,500 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ സപ്പോർട്ട് ഏതാണ്, സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഐഡന്റിഫൈ, നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് കണ്ടോ, ഇപ്പം 25,200 എന്നുള്ളത് സ്ട്രോങ് റെസിസ്റ്റന്റ് ആയിരുന്നു. മാർക്കറ്റ് ഇവിടുന്ന് ഒരുപാട് തവണ എന്താണ് മേലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ കാണാൻ പറ്റും ഒരുപാട് തവണ മേലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു, പറ്റിയിട്ടില്ല. ഓക്കെ, പറ്റിയിട്ടില്ല. അതിനുശേഷം ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇപ്പം മേലെ ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കണ്ടോ, മനസ്സിലായില്ലേ? അതായത് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എവിടെയാണ് സപ്പോർട്ട് ഉള്ളതും റെസിസ്റ്റൻസ് ഉള്ളതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡിജിറ്റാകാം നമ്മുടെ പഴയ ചാർട്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷനും കൂടെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനി ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങോട്ട് പോവുക, നമ്മുടെ ഓപ്ഷൻ ചെയിൻ എടുക്കാം. ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ സെലക്ട് ചെയ്യേണ്ടതെന്നും സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നമുക്ക് അവിടെ കയറി കാണാം. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. സെലക്ട് ചെയ്യുന്നതിന് ഇവിടെ വരും. ഓക്കെ, അതായത് നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൈസ്, ലിമിറ്റ്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മേടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇൻട്രാഡേ, ഓക്കെ, നോർമലി ഇൻട്രാഡേ നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആണ് ചെയ്യാറ്. ഇൻട്രാഡേ എടുക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിൽ സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്കുണ്ട്. എല്ലാം അതായത് സിമ്പിൾ ആയിട്ട്. ഇത് നിങ്ങൾ മൊബൈലിലോട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാറില്ല. മൊബൈലിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, ട്രേഡ് എടുക്കാനും എങ്ങനെയാണ് ട്രേഡ് എടുക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. ഒന്നുമില്ല, ജസ്റ്റ് പോയി ബൈ ചെയ്തിട്ട് ലോട്ട് സൈസും, അതായത് എത്ര ലോട്ടാണ് ട്രേഡ് എടുക്കേണ്ടതെന്നും എത്രയാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ബൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റ് പ്രൈസ് കൊടുത്തിട്ട് അവിടുന്ന് ബൈ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ടും ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ നമുക്കൊരു എക്സിക്യൂഷൻ ഒക്കെ നല്ല സ്പീഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അത് കമന്റ് ബോക്സിലായാലും ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതായത് ഫണ്ട് ആഡ് ചെയ്യുമ്പോഴോ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴോ ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് രാവിലെ നിങ്ങൾക്കിപ്പം ഇന്ന് ഫണ്ട് വിഡ്രോ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ അതായത് രാവിലെ തന്നെ ഏറ്റവും പറ്റുമെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫണ്ട് വിഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫണ്ട് ഒരു 4 മണി 5 മണിക്കുള്ളിൽ തന്നെ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് 11 മണിക്കൊക്കെ കയറിയിട്ടുണ്ട്. അതായത് 9 മണിക്ക് മുന്നേ വിഡ്രോ കൊടുത്താണെങ്കിൽ ഒരു 11-12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നതായിരിക്കും. ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.